വെൽക്കം ടു ലിറ്ററേച്ചർ ഫീഡ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്ററിൽ സബ്ജക്റ്റ് ആയിട്ടുള്ള അപ്രിഷ്യേറ്റിംഗ് ഫിക്ഷൻ്റെ മൊഡ്യൂൾ 1ൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോങ് ഫിക്ഷൻ ആൻഡ് ഷോർട്ട് ഫിക്ഷൻ? ഒരു നോവലും ഒരു ഷോർട്ട് സ്റ്റോറിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ഫസ്റ്റ് ടോപ്പിക് എന്ന് വരുന്നത്. So short fiction and long fiction are both narrative fiction written in prose. ഓക്കെ, ഫസ്റ്റ് രണ്ടിനും സിമിലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും പ്രോസിൽ തന്നെ വരുന്ന രണ്ട് ടൈപ്പ് നറേറ്റീവ് ഫിക്ഷൻസ് ആണ്, ഷോർട്ട് ഫിക്ഷനും ലോങ് ഫിക്ഷനും. ഷോർട്ട് ഫിക്ഷൻ മീൻസ് ഷോർട്ട് സ്റ്റോറി, ലോങ് ഫിക്ഷൻ മീൻസ് ഈ നോവൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. സോ ലോങ് ഫിക്ഷൻ ഈസ് അതർവൈസ് കോൾഡ് നോവൽ. ഓക്കെ, നോവൽ എന്ന് പറയും. ദ മോസ്റ്റ് എവിഡൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഷോർട്ട് സ്റ്റോറി ആൻഡ് നോവൽ ഈസ് ഡെഫിനറ്റ്ലി ഇൻ ദ ലെങ്ത്. മെയിനായിട്ട് ഇതിൽ വരുന്ന ഡിഫറൻസ് ലെങ്ത്തിൻ്റെ ഡിഫറൻസാണ് മെയിനായിട്ട്. ഷോർട്ട് സ്റ്റോറി ഇസ് ജനറലി ഷോർട്ടർ ദാൻ നോവൽ. നോവലിനെക്കാട്ടി ഷോർട്ടർ ആയിരിക്കും, അതൊരു സിംഗിൾ സെറ്റിങ്ങിൽ തന്നെ ആയിരിക്കും നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റും. ഷോർട്ട് സ്റ്റോറീസ് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി റേഞ്ച് എനിവർ ഫ്രം രണ്ടിലും ലെങ്ത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ്സിൻ്റെ ഒരു നമ്പർ ഓഫ് വേർഡ്സിലുണ്ടാവും ഡിഫറൻസ് ഉണ്ടാവും. ഷോർട്ട് സ്റ്റോറി പറഞ്ഞാൽ 1500 to 30,000 വേർഡ്സ്. നോവലിൽ പറഞ്ഞു കഴിഞ്ഞാൽ 50,000 വേർഡ്സ് മുതൽ അങ്ങനെ പിന്നെ അങ്ങോട്ടുള്ള ഒരു നമ്പർ ഓഫ് വേർഡ്സ് കൂടി വരുന്ന അതൊക്കെ നോവലിലാണ് പെടുക. ഓക്കെ, ഷോർട്ട് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് യൂഷ്വലി കണ്ടെയ്ൻസ് വൺ ബേസിക് പ്ലോട്ട്. ഒറ്റൊരു ബേസിക് പ്ലോട്ട് ഉണ്ടാവും. പക്ഷേ നോവൽസിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സബ് പ്ലോട്ട്സും അങ്ങനെ ഇപ്പോൾ ഈ മെയിൻ പ്ലോട്ട് കൂടാതെ തന്നെ വേറെ സബ് പ്ലോട്ട്സൊക്കെ നോവലിൽ വരും. ഷോർട്ട് ഫിക്ഷൻ ഡസ് നോട്ട് റിക്വയർ കോംപ്രഹെൻസീവ് ക്യാരക്ടറൈസേഷൻ. ഇപ്പോൾ അതിൽ ഒന്നോ രണ്ടോ ക്യാരക്ടേഴ്സിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ഷോർട്ട് സ്റ്റോറി പോകുന്നുണ്ടാവുക. നോവൽസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടെലോ ദ ഓതർ ടു സ്പോട്ടിൽ ഹോസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. നോവലല്ലേ, കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഷോർട്ട് സ്റ്റോറിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ ആകെ ഫ്യൂ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ടായിരിക്കും ഷോർട്ട് സ്റ്റോറി ഉണ്ടാവും. പക്ഷേ നോവലിൽ പറയുമ്പോൾ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ആയിരിക്കും. സോ ഫൈനലി ഷോർട്ട് സ്റ്റോറീസ് ജനറലി കവർ എ വെരി ഷോർട്ട് ടൈം പീരീഡ് ഇൻ ദ പ്ലോട്ട്, വേറാസ് നോവൽസ് ക്യാൻ കവർ വെരി ലോങ് പീരീഡ്സ്. ഞാൻ പറഞ്ഞല്ലോ, ഷോർട്ട് സ്റ്റോറീസ് പറയുമ്പോൾ ലെങ്ത്തും കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈം പീരീഡിലുള്ള സംഭവങ്ങളൊക്കെ കവർ ചെയ്തോളൂ. അതിന് പ്ലോട്ട് അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും. പക്ഷേ നോവൽസ് പറഞ്ഞാൽ എത്ര ലോങ് പീരീഡ്സ് വേണമെങ്കിൽ അവർക്ക് കവർ ചെയ്യാം. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നറേറ്റീവ് ടെക്നിക്സ് എന്താണ് നറേറ്റീവ് ടെക്നിക്ക് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്, അതാണ് നറേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഡെഫിനേഷൻ പറയാനുണ്ടായിരുന്നു. ഇനി എന്തൊക്കെ ടൈപ്സ് നറേറ്റീവ് ടെക്നിക്സ് ആണ് ഉള്ളതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ അനക്രോണീസ്. അനക്രോണീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാഷ് ബാക്സും പെടും, ഫ്ലാഷ് ഫോർവേഡും പെടും. ഫ്ലാഷ് ബാക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻറ്ററപ്റ്റ്സ് ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ പ്ലോട്ട് ടു റീകൗണ്ട് ആൻ ഈവൻറ്റ് ഇൻ ദ പാസ്റ്റ് ഫിൽ ഇൻ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അബൌട്ട് ക്യാരക്ടേഴ്സ് ആൻഡ് ഈവൻറ്റ്സ്. സോ ഒരു ക്രോണോളജിക്കൽ ഒരു കറക്റ്റ് ഓർഡറിൽ പോകുന്ന ഒരു കഥ, അതിൽ പെട്ടെന്ന് ആ ഒരു പ്ലോട്ടിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ പോകുന്ന ആ ഒരു പ്ലോട്ടിൻ്റെ പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് ഇൻറ്ററപ്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ കഥ പറഞ്ഞു പോകേണ്ട ഇടയ്ക്ക് പെട്ടെന്ന് മുന്നേ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് ഓർത്തെടുക്കണ പോലെയോ അങ്ങനെ എന്തെങ്കിലും ഫ്ലാഷ് ബാക്ക് കാണിക്കില്ല. നമുക്ക് എന്താ ഫ്ലാഷ് ബാക്ക് എന്ന് അറിയാമല്ലോ. സോ ആ ഒരു അവിടെ ഒരു ഇൻട്രപ്ഷൻ വരികയാണ്. പെട്ടെന്ന് തന്നെ പാസ്റ്റിലോട്ട് പോയിട്ട് അതിൻ്റെ ഒരു മെമ്മറീസ് അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ്സൊക്കെ ഒന്ന് റീകൗണ്ട് ചെയ്തെടുക്കണ പോലെ. ഓക്കെ, ഇനി ഫ്ലാഷ് ഫോർവേഡ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് എൻ ഇൻ്റർജെക്റ്റഡ് സീൻ ഇൻ നറേറ്റീവ് ദാറ്റ് ടേക്സ് ഓഫ് നറേറ്റീവ് ഫോർവേഡ് ഇൻ ടൈം ഫ്രം ദ കറണ്ട് ടൈം ഇൻ ഹിസ്റ്ററി. ഓക്കെ, ഇപ്പം നടന്നുകൊണ്ടിരിക്കണതിൽ നിന്ന് കുറച്ചുകൂടി ഫ്യൂച്ചറിലേക്കുള്ള കുറച്ചുകൂടി നറേഷൻ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകുക, കുറച്ച് കാലം കൂടി കഴിഞ്ഞുള്ള ഒരു ഇത് പറഞ്ഞിട്ട് അങ്ങനെ കാണിക്കൂലേ. സോ ടേക്സ് നറേറ്റീവ് ഫോർവേഡ് ഇൻ ടൈം ഫ്രം ദ കറണ്ട്. ഇപ്പോൾ ഉള്ള സമയത്തിൽ നിന്നും കുറച്ചും കൂടി കാലങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞിട്ട് ആ സമയത്ത് എന്താ ഉള്ളതെന്ന് കാണിക്കില്ല. അതാണ് ഫ്ലാഷ് ഫോർവേഡ്. ഈ ഫ്ലാഷ് ബാക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഫ്ലാഷ് ഫോർവേഡ്. ഓക്കെ, അടുത്ത നറേറ്റീവ് ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഷാഡോയിങ് ആണ്. It is a literary device in which the writer gives subtle hints about the events that are going to take place in the story. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കഥയിൽ നടക്കാൻ പോകുന്ന കുറച്ച് കാലം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന എന്തെങ്കിലും ഈവൻറ്റിനെ പറ്റിയിട്ട് ചെറിയൊരു ഹിൻറ്റ് റൈറ്റർ കൊടുക്കണ പോലത്തെ ഒരു ടെക്നിക്കാണ് ഫോർ ഷാഡോയിങ്. ഫ്ലാഷ് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് നടക്കുന്ന സംഭവങ്ങൾ അപ്പോൾ കാണിക്കുകയാണ്. നമ്മൾ ഫ്ലാഷ് ബാക്ക് പോലെ ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ കാണിക്കുകയാണ്. പക്ഷേ ഫോർ ഷാഡോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കറണ്ട് ടൈമിൽ തന്നെ ഇനി കുറച്ച് കാലം കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്ന എന്തെങ്കിലും ഈവൻറ്റ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളെ പറ്റിയിട്ട് റൈറ്റർ ഇപ്പം തന്നെ ഒരു ഹിൻറ്റ് തരുന്നതിനാണ് നമ്മൾ ഫോർ ഷാഡോയിങ് എന്ന് പറയുക. സോ രണ്ട് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, മാറിപ്പോകരുത്. ഓക്കെ, ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്ലാഷ് ഫോർവേഡ് ആൻഡ് ഫോർ ഷാഡോയിങ് ഈസ് ദാറ്റ് ഇൻ ഫ്ലാഷ് ഫോർവേഡ് ദ പ്ലോട്ട് ജംപ്സ് അഹെഡ് ടു ദ ഫ്യൂച്ചർ ഓഫ് ദ നറേറ്റീവ്. എന്ന് വെച്ചാൽ
പെട്ടെന്ന് തന്നെ ഫ്യൂച്ചർ കാണിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞിട്ട് നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഫിക്ഷനാണ് പഠിക്കാനുള്ളത് വെച്ചാൽ ജസ്റ്റ് സിനിമ റിലേറ്റ് ചെയ്ത് പറയാണ്. ഫ്യൂ ഇയേഴ്സ് ലേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി കാണിച്ച് പെട്ടെന്ന് തന്നെ ഫ്യൂച്ചറിലേക്കുള്ള സീന് കാണിക്കുമല്ലോ, അതൊക്കെയാണ് ഫ്ലാഷ് ഫോർവേഡ്. പക്ഷേ ഫോർ ഷാഡോയിങ്ങിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ നറേഷൻ പെട്ടെന്ന് അങ്ങോട്ട് ആ നറേറ്റീവ് അങ്ങോട്ട് എത്തുകയാണ്. പക്ഷേ ഫോർ ഷാഡോയിങ്ങിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓതർ ഓൺലി ഡ്രോപ്പ് സട്ടിൽ ഹിൻസ് ആൻഡ് ക്ലൂസ് അബൌട്ട് ലേറ്റർ ഡെവലപ്മെൻറ്റ്. ഇനി വരാൻ പോണതിനെ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ ഹിൻറ്റ് മാത്രം ഇപ്പം തന്നെ കൊടുക്കും. അതാണ് ഫോർ ഷാഡോയിങ്. ഇനി അടുത്ത ഇൻറ്റീരിയർ മോണോലോഗ് എന്നാണ്. ഇറ്റ് ഈസ് ദ റിട്ടൺ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ക്യാരക്ടേഴ്സ് ഇന്നർ തോട്ട്സ് ഇംപ്രഷൻസ് ആൻഡ് മെമ്മറീസ് ആസ് ഇഫ് സമ്മൺ ഈസ് ഓവർ ഹിയറിംഗ് ദം. ഇൻറ്റീരിയർ മോണോലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിൻ്റെ ഉള്ളിലുള്ള തോട്ട്സും ഇംപ്രഷൻസും മെമ്മറീസൊക്കെ ഒരു റിട്ടൺ റെപ്രസെൻറ്റേഷൻ പോലെ, എന്ന് വെച്ചാൽ ഇത് ഫിക്ഷനല്ലേ, അപ്പോൾ എഴുതിയിട്ടായിരിക്കുമല്ലോ. സോ ആ ഒരു ഇൻറ്റീരിയർ മോണോലോഗ്, സോ ആ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു തോട്ട്സും ഇംപ്രഷൻസൊക്കെ മെമ്മറീസൊക്കെ ഇങ്ങനെ എഴുതി ഇതാക്കിയിട്ടുള്ളതാണ് ഇൻറ്റീരിയർ മോണോലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത നറേറ്റീവ് ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിഗ്രാഫ്. ഇറ്റ് ഈസ് എ ഷോർട്ട് കൊട്ടേഷൻ ഓഫ് സെയിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ ബുക്ക് ഓർ ചാപ്റ്റർ. നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ബുക്ക് എടുത്ത് വായിക്കാൻ എടുത്ത് വിചാരിക്കുക, അതിൻ്റെ തുടക്കത്തിൽ ആ ബുക്കിൻ്റെ ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ്റെ പേജിലോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു ഫേമസ് കോട്ടോ ഏതെങ്കിലും ഒരു ഓതറിൻ്റെയോ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ കോട്ട് എന്തെങ്കിലും മേലെ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഓരോ ചാപ്റ്ററിൻ്റെ മുന്നേ അങ്ങനെ ചില ചാപ്റ്റേഴ്സിൽ പോയിൻസിലൊക്കെ അങ്ങനെ നമുക്ക് പഠിക്കുന്ന അതിൻ്റെ ആ ഒരു ഹെഡിങ്ങിൻ്റെ മേലെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വേർഡിങ്ങോ എന്തെങ്കിലും കോട്ടോ എന്തെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ അതിനാണ് എപ്പിഗ്രാഫ് എന്ന് പറയുക. ഡേക്സ് എക്സ് മെഷീന പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ phrase from the Latin which means God from a machine. The machine in question is a mechanical device used in ancient theatre to support deities on the stage at a critical point resolve a conflict. നമ്മൾ ചില ഇതിൽ ദൈവം അങ്ങനെ പ്രത്യക്ഷപ്പെടില്ലേ, അത് ഈ ഇപ്പോൾ ഈ ഡ്രാമയിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് അങ്ങനൊരു എന്താ പറയുക ശക്തി അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റിന് റിസോൾവ് ചെയ്യണ പോലെ ഒരു ദൈവം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക, അങ്ങനെ ഒരു കോൺസെപ്റ്റ് വരുന്നതാണ് ഡേക്സ് എക്സ് മെഷീന എന്ന് പറയുന്നത്. ഇനി എപ്പിഫനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ലിറ്ററേച്ചർ എപ്പിഫനി മീൻസ് എ സഡൻ ഇൻസൈറ്റ് ഓർ റെവലേഷൻ ബ്രോട്ട് ബൈ കോമൺ ഒബ്ജക്ട് ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സിറ്റുവേഷൻ ഓർ മൊമെൻറ്റ്. എപ്പിഫനി പറഞ്ഞാൽ നമുക്കൊരു വെളിപാട് ഉണ്ടാവുക പറയില്ലേ, എന്താ പറയുക എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു ഉൾവിളി ഉണ്ടാവുക, അങ്ങനെ ഒരു സംഭവമാണ് എപ്പിഫനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി പാസ്റ്റിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെക്സ്റ്റ് ദാറ്റ് ബോറോസ് ഹെവിലി ഫ്രം അതർ ടെക്സ്റ്റ്. ഒരു വർക്കിൽ നിന്ന് എടുത്തിട്ടുള്ള അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ഫേമസ് വർക്കിൻ്റെ ഒരു പോർഷൻ കോട്ട്സ് അല്ല ജസ്റ്റ് ഒരു ഭാഗം നമ്മൾ എടുത്തിട്ട് ഈ വർക്കിൽ ആഡ് ചെയ്യുക. ഷുഡ് നോട്ട് കൺഫ്യൂസ് വിത്ത് പ്ലെജേറിയസ്. അത് പ്ലെജേറിയസ് എന്ന് പറയാൻ പറ്റില്ല, കറക്റ്റ് അത് എന്താ പറയുക കട്ടെടുത്ത് നമ്മളേക്ക് ആഡ് ചെയ്യുക അല്ലെങ്കിൽ കോപ്പി അടിക്കുക, അതല്ല. ബിക്കോസ് പാറ്റിഷ് ഇൻവോൾവ്സ് ഓപ്പൺ ബോറോയിങ് വിത്ത് നോ ഡിസെപ്ഷൻ ഇൻറ്റൻഷൻ. അങ്ങനെ തെറ്റായ രീതിയിലല്ല അത് ബോറോ ചെയ്യണത്, അങ്ങനെ തെറ്റായിട്ടുള്ള രീതിയിലല്ല. ബിക്കോസ് അത് കട്ടെടുത്തിട്ട് നമ്മുടേക്ക് ആഡ് ചെയ്യല്ല, എന്ന് വെച്ചാൽ ഫേമസ് വർക്കുന്ന അതേപോലെ കോപ്പി അടിച്ചതാക്കല, ഒരു എന്താ പറയുക കളവ് എന്നുള്ളൊരു ആ ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ടല്ല അങ്ങനെ ഇത് ഓപ്പണായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണതിന് പാസ്റ്റിഷ് എന്ന് പറയുക. സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്ലോട്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലോട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്ലോട്ടിൻ്റെ എലമെൻസിനെ പറ്റിയിട്ട് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായില്ല. പിരമിഡിനെ പറ്റിയിട്ടും പറയാൻ വിട്ടുപോയി. സോ അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാണ്. പ്ലോട്ട് എലമെൻറ്റ്സ് ഞാനിതിൽ പിരമിഡ് ശരിക്കും ഇത് പിരമിഡായിട്ട് തന്നെ പഠിക്കണം. ജസ്റ്റ് അതിൻ്റെ ടേംസ് മാത്രം ഓർഡറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതേ ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കുക, പിരമിഡായിട്ട് തന്നെ പഠിച്ചു വയ്ക്കാൻ നോക്കുക. സോ ഫസ്റ്റ് വരുന്നത് എക്സ്പോസിഷനാണ്. എക്സ്പോസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്ലോട്ടിനെ പറ്റിയിട്ടൊരു ഇൻട്രൊഡക്ഷൻ, കഥ എന്താണെന്ന് നമുക്കൊരു പ്രോപ്പറായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് അതിനെ പറ്റിയിട്ട് ആ ഒരു സ്റ്റോറീനെ പറ്റി പ്രോപ്പറായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് തരിക എന്നുള്ളതാണ് എക്സ്പോസിഷനിലൂടെ. മെയിനായിട്ടും അത് ക്യാരക്ടേഴ്സ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് റൈസിംഗ് കഥ എന്താ മെയിനായിട്ട് റൊമാൻറ്റിക് സ്റ്റോറി എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ടാവുമല്ലോ, നമുക്കൊരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഒരു ലോജിക്കലായിട്ടൊരു കണക്ഷൻ ഇൻസിഡൻസ് തമ്മിലുള്ള ലോജിക്കൽ കണക്ഷൻ കിട്ടണമെങ്കിൽ അതിന് പ്രോപ്പറായിട്ടൊരു സ്റ്റാർട്ടിങ് ഉണ്ടാവും. സോ അതാണ് എക്സ്പോസിഷൻ. അപ്പോൾ ആ ഒരു ഭാഗം പിന്നെ റൈസിംഗ് ആക്ഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ക്ലൈമാക്സ് വരുന്നത്. ക്ലൈമാക്സ് പോയിന്റ് ഓഫ് വിച്ച് നമ്മൾ അതിന് ടേണിംഗ് പോയിന്റ്, അവിടെ ഒരു ടേണിംഗ് മെയിനായിട്ട് അത് പ്ലേയുടെ മിഡിലായിട്ടാണ് അവിടെ വെച്ചിട്ടാണ് പ്ലേയിൽ വരുന്ന കൺഫ്യൂഷൻസ്, ഓരോ ക്രൈസിസുകൾ, ഒരു പ്രശ്നങ്ങളൊക്കെ ആ ക്ലൈമാക്സ് പോർഷനിലാണ് അതൊക്കെ തുടങ്ങുക. അത് കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് ഫോളിങ് ആക്ഷൻ. ഫോളിങ് ആക്ഷൻ നമ്മൾ ഡിനോമെൻ്റ് എന്ന് പറയും. ഇറ്റ് ഡിറ്റർമൈൻസ് വെദർ ദ പ്ലേ എൻഡിൻ എ ഹാപ്പി ഓർ എ ട്രാജിക് എൻഡ്. ഒരു പ്ലേ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ഫിക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി എന്താ പറയുക ട്രാജിക്കായിട്ടാണോ അതോ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യണമെന്ന് ഡിനോമെൻ്റാണ് തീരുമാനിക്കുക. അതിലൂടെയാണ് നമുക്ക് മനസ്സിലാവുക.
പിന്നെ വരുന്നതാണ് പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടേമാണ് റെസൊല്യൂഷൻ. അത് പറഞ്ഞാൽ പ്ലോട്ടിലെ ഏറ്റവും ലാസ്റ്റ് വരുന്ന എലമെൻ്റാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഓരോ കോൺഫ്ലിക്റ്റുകൾ, ഓരോ പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു കൺക്ലൂഷനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുക.